വെരി ഗുഡ് മോൾ. അല്ലെങ്കിൽ എന്റെ കുടല് കരിഞ്ഞതിന്റെ മണമായിരിക്കും. ആഹാരം കഴിക്കുമ്പോൾ അറപ്പുള്ള കാര്യങ്ങൾ പറയല്ലേ. ഓ മറിയേ, ഒരു ചിക്കനെങ്കിലും എനിക്ക് തരും. തനിക്ക് എന്റെ സ്വഭാവം അറിയത്തില്ല. ബാക്കി ബിരിയാണി വേണ്ടെന്ന് വെക്കും. കൈ കിട്ട എത്തി കഴിഞ്ഞ് മോത്തടിക്കുവേ. ഞാൻ വിശന്ന് പൊരിഞ്ഞ വയറുമായിട്ടിരിക്കുമ്പോൾ നിനക്ക് എങ്ങനെ ചിക്കൻ ബിരിയാണി വാരി വലിച്ച് കേട്ടാൻ തോന്നുന്നു മറിയേ? യു ആർ എ സാഡിസ്റ്റ്. യെസ്, ഐ ആം എ സാഡിസ്റ്റ്. മെസ്സിന്റെ ഷെയർ രൂപ തരുന്നത് വരെ ഞാൻ ഇങ്ങനെ തന്നെ തുടരും. പിന്നെ ഈ വെള്ളം മാത്രം എന്തിനാ എന്റെ മുമ്പിൽ വെച്ചു? ഷെയർ രൂപ തന്നില്ലെങ്കിൽ തനിക്ക് ഞാൻ എന്തെങ്കിലും തരട്ടെ. ഈ കുടിവെള്ളം നിഷേധിക്കാൻ ഞാൻ സർക്കാരില്ല. ഐ ആം എ ഹ്യൂമൻ ബീയിങ്. കുന്തിരി. ഓ തള്ള. രണ്ടുപേരും ഊടുകല് തന്നെ. അല്ല മച്ചി, ഇത് ബിരിയാണിയാ. വരാൻ കണ്ടിട്ട് നേരം. അല്ലേ ക്ലിണ്ടാപ്പിക്ക് ബിരിയാണി ഇട്ടല്ലേ? കൊള്ള. ബിരിയാണി ഇഷ്ടമില്ലാത്ത ഒരാള്. അമ്മച്ചി കേട്ടോ, 3 പൊതി ബിരിയാണി വാങ്ങിച്ചേ. 2 എണ്ണം ഞങ്ങൾക്ക്, 1 അമ്മച്ചിക്കും. വെട്ടപ്പം നമ്മൾ ആദ്യം 1 എടുത്തങ്ങ് തിന്നേ, 2ാമത് അമ്മച്ചിക്ക് വെച്ച് എടുത്തങ്ങ് തിന്നോളൂ. ഇഷ്ടപ്പോയല്ലേ? നാളെ എന്റെ മറിയാ കൊച്ചു കൊണ്ടുവരുന്ന ബിരിയാണി എനിക്കരണം കേട്ടാ. എന്റെ പൊന്നമ്മച്ചി, വേണ്ട വേണ്ട, ഓളെ സത്യം അയ്യോ ബിരിയാണി കഴിച്ചിട്ട് വെള്ളം കുടിച്ചില്ല കേട്ടാ അമ്മച്ചി. വെള്ളം കുടിക്കാനേ ബിരിയാണി പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റി. നീ കൊടും ക്രൂരിയാണ്. എടോ, വെറും വയറ്റിൽ കിടന്നാ തനിക്ക് ഉറക്കം വരില്ലല്ലോ എന്ന് കരുതിയാണ് തന്നെ കൊണ്ട് ഞാൻ വെള്ളം കുടിപ്പിച്ചത്. ഓ ജീസസ്, ഈ ലോകത്താർക്കും ഒരു ഉപകാരം ചെയ്തുകൂടാ. എന്തൊരു മനുഷ്യരപ്പാ. നീ കണ്ടോ മറിയേ, എന്നെങ്കിലും എന്റെ ബിരിയാണിയും പൂക്കും. എടോ, ഈ ലോകത്ത് എല്ലാ പിശുക്കന്മാരും വെള്ളം ഇറങ്ങാതെയാണ് ചത്തിട്ടുള്ളത്. ഞാൻ പിശുക്കനോ ലുബ്ധനോ ഒന്നും അല്ല മറിയേ. ഇത് 3000 രൂപയുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതും കൈ വെച്ചോണ്ടാ ഞാൻ നിനക്ക് ചെലവിന്റെ ഷെയർ തരാതിരുന്നത്. പക്ഷെ ഇത് ലുബ്ധോ നിന്നെ പറ്റിക്കാനോ ആയിരുന്നില്ല. എല്ലാ 5-ാം തീയതിയും വീട്ടിലേക്ക് 3000 രൂപ അയക്കാറുണ്ട്. മണി ഓർഡർ ചാർജ് ഇല്ലാതിരുന്നോണ്ടാണ് ഞാനിത് അയക്കാത്തത്. തന്റെ ചിലവ് കഴിഞ്ഞിട്ടല്ലേടോ താൻ വീട്ടിലേക്ക് അയക്കുന്നത്? ഇതിന്ന് ചെലവിനെടുത്താൽ അയക്കല് വീണ്ടും നീളും. ഭർത്താവ് മരിച്ച ഒരു സഹോദരിയും 2 കുട്ടികളും, 2 അനിയത്തിമാര് പഠിക്കുന്നവരുണ്ട്. പിന്നെ അമ്മ, അമ്മയുടെ അമ്മ, അവരുടെ അമ്മ ഒക്കെ കൂടി പ്രശ്നങ്ങളാണ് വീട്ടിലെ കാര്യം. ഇത് ചെല്ലാൻ വൈകിയാ പിന്നെ പറയാൻ വേണ്ട. ഇതും വെച്ചോണ്ട് ഇന്നലെ വരെ ഞാൻ നിന്റെ ചെലവിലാണ് ആഹാരം കഴിച്ചിരുന്നത്. എന്നോടൊന്നും തോന്നരുത് പറയാം. താൻ എന്താ ആവശ്യമുള്ള കാശ് എന്നോട് ചോദിക്കാതിരുന്നേ? ഓ, അല്ലാതെ തന്നെ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ. കൊള്ളാം, ഇത്രേ ഉള്ളോ? വന്നേ, വരാൻ വാ, അവിടെ ഇരിക്കെ. തനിക്കുള്ള ബിരിയാണി. താൻ എന്താ എന്നെ കുറിച്ച് കരുതിയേ? തന്നെ പട്ടിണി കിട്ടിട്ട് ഞാനത് തിന്നുവന്നോ? കഴിക്കാം. അപ്പം അറിയേക്ക് എന്നോട് യഥാർത്ഥത്തിൽ ലവ് ഉണ്ട്. തനിക്കിപ്പോ ലവ് വേണോ ബിരിയാണി വേണോ? തൽക്കാലം ബിരിയാണി. എന്നാ കഴിച്ചോ. ലവ് ബിരിയാണി. എന്താ ലവ് ബിരിയാണി? കൊള്ളാം. മുട്ട, വെള്ളം കുടിച്ചോ. ദൈവമേ, മുട്ട തൊണ്ടി കുടുങ്ങും. കേട്ടില്ലേ? ഇയാളായിരുന്നോ? വാ ഇരിക്കെ. പേനയ്ക്ക് വിശ്രമം കൊടുക്കാത്ത ഭവതിക്ക് എന്ത് വേണം? എന്നോട് ക്ഷമിക്കണം. സംസാരത്തിലും എഴുത്തിലും ഞാൻ കുറച്ച് നിയന്ത്രണം വിട്ട് പെരുമാറി. ഓ, അച്ഛൻ കുടുങ്ങുമെന്ന് തോന്നിയപ്പോ രക്ഷപ്പെടുത്തണമെന്നുള്ള ശുപാർശ ക്ഷമാപണ രൂപത്തിൽ അല്ലേ? ആരും സ്വാഭാവികമായി ഇങ്ങനെ ചിന്തിച്ചേക്കാം. ഹീനമായ തെറ്റ് ചെയ്ത ആളാണെങ്കിലും അച്ഛനായി പോയതുകൊണ്ട് കുരുക്കിൽ പെടാതിരിക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളെ കാണാൻ വന്നത് ഒരിക്കലും അത് പറയാനല്ല. എന്റെ എഴുത്തുകൊണ്ടോ സംസാരം കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. സോറി, റിയലി സോറി. ലീവ് കഴിഞ്ഞിട്ടും സാർ ജോയിൻ ചെയ്യാത്തതുകൊണ്ട് ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതി. ഏയ്, കുറച്ചു ദിവസം കൂടെ ഒന്ന് ലീവ് എടുക്കാമെന്ന് വിചാരിച്ചു. ലീവ് എടുത്ത് ഇവിടെ നിന്നാലും സാറിന്റെ അസ്വസ്ഥത കുറയാൻ പോകുന്നില്ലല്ലോ. ഈ ഒരു കഷ്ണം പേപ്പറല്ലേ സാറിനെ ഇപ്പോ ഇങ്ങനെ അസ്വസ്ഥനാക്കുന്നത്? ഇത് നശിക്കാത്തടത്തോളം കാലം സാറിന് സ്വസ്ഥത ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. സ്വന്തം കൈകൊണ്ട് തന്നെ നശിപ്പിച്ചോളൂ. സാറിനോട്
എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. വേണ്ട, നന്ദിയും കടപ്പാടും ഒന്നും വേണ്ട. നിങ്ങളോടുള്ള മതിപ്പ് കൊണ്ടൊന്നുമല്ല എന്റെ തൊപ്പി തെറിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഞാൻ ഈ സാഹസം കാണിച്ചത്. ദേ, നിങ്ങളുടെ ഈ ചെറ്റത്ര നാട്ടിലെ ജനങ്ങൾ അറിഞ്ഞോണ്ടല്ലോ, ഈ ഡിപ്പാർട്ട്മെന്റിലെ ഓരോരുത്തരുടെ മുഖത്തത് കാർക്കിച്ചു തുപ്പു. സർ, വിനയപൂർവ്വം ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ അസലൊരു തെണ്ടിയാണ്. നിന്റെ റിക്വസ്റ്റ് കേട്ടാണ് ആ എവിഡൻസ് ഞാൻ തിരിച്ചു കൊടുത്തതെന്ന് ധരിക്കുന്നെങ്കിൽ നിനക്ക് തെറ്റി. എങ്ങനെയാണെങ്കിലും ആ വാർത്ത പുറത്തറിയാതെ നിങ്ങൾ ക്ലോസ് ചെയ്തതിൽ നന്ദിയുണ്ട്. നന്ദിയാണെങ്കിലും നിന്നയാണെങ്കിലും ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഒരിക്കൽ സഹായിച്ചു. ഇനി ഒരിക്കലും ഇത് ഉണ്ടാവില്ലെന്ന് എന്റെ തന്തയോട് എന്ന് പറഞ്ഞേക്കാം. ബോഡി എവിടെയാ? അകത്താണ് സാർ. ഈ കത്തവരുടെ കട്ടിൽ നിന്നും കിട്ടിയതാണ് സാർ. കുട്ടിയുടെ ഫാദറിനെ വിളിക്കാം. എഫ്ഐആർ കഴിഞ്ഞോ? സാർ, എഫ്ഐആർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് സാർ. നിങ്ങളാരും വീട്ടിലില്ലായിരുന്നോ? ഇല്ലായിരുന്നു സാർ. എവിടെ പോയിരിക്കായിരുന്നു? ഒരാഴ്ചയായിട്ട് പള്ളിയിൽ നടക്കുന്ന ബൈബിൾ കൺവെൻഷന് പോയിരിക്കായിരുന്നു ഞങ്ങള്. പത്രത്തില് ഡ്യൂട്ടി പാർട്ടിലെ വാർത്ത വന്നത് മുതൽ എന്റെ കുട്ടി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല സാർ. അവള് നിർബന്ധിച്ചിട്ടാ ഞാനും കുട്ടികളും പോയത്. സാറന്മാരെ, എല്ലാം സഹിച്ച് ഒതുങ്ങി ജീവിക്കാൻ തുടങ്ങിയ എന്റെ ബിന്ദുവിനെ കേസിന് വിളിച്ചപ്പോഴേ എന്റെ മോള് വരണില്ലെന്ന് പറഞ്ഞതാ. ഞങ്ങൾ പാവങ്ങളാണ് സാറേ. എന്തെങ്കിലും വന്നാ ആരും ഇല്ലാത്തവരാണ് ഞാനും മോളും പറഞ്ഞതാ. എന്നിട്ട് നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോയി അവള്. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? മതിയായോ? മതിയായോ? തന്റെ പറച്ചിൽ കേട്ടാ തോന്നും തന്റെ മകൾ അപകടത്തിൽപ്പെട്ടത് ഇവര് കാരണമാണെന്ന്. ഡോ, പ്രായമായ പെൺപിള്ളേര് തൊഴിലെന്നും പറഞ്ഞ് വീട്ടിൽ ഇറങ്ങി പോകുമ്പോ എങ്ങോട്ടാ പോകുന്നതെന്നും അവിടെ എന്താണ് തൊഴിലെന്നും രക്ഷകർത്താക്കൾ അന്വേഷിക്കണം. ഡോ, തന്റെ മകളുടെ ദുർഗതി പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചത് ഇനി മറ്റൊരാളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിരിക്കാൻ വേണ്ടിയാ. മാത്രമല്ല, തന്റെ മകളെ നശിപ്പിച്ചവരെ ശിക്ഷിക്കാൻ കൂടി വേണ്ടിയാ. സാറന്മാരെ, എനിക്ക് എന്റെ മോള് പോയില്ലേ? അതിനിപ്പോ ഈ കുടി വല്ലതും ചെയ്യാൻ പറ്റുമോ? ഡോ, എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാം. ഹലോ, ആ പെൺകുട്ടിയുടെ ഭീഷണി അവസാനിച്ചതിൽ ആനന്ദിക്കായിരിക്കും നിങ്ങൾ, അല്ലേ മിസ്റ്റർ കമ്മീഷണർ? നിങ്ങൾ ആരാണ്?
ധരംപാൽ യാദവ്. എന്നെ അറിയില്ലെങ്കിലും എന്റെ ആൾക്കാരെ നിങ്ങൾക്കറിയാം. ധാരാളം കൊഞ്ചു നിന്നിട്ടുള്ളതല്ലേ. ഇപ്പൊ മനസ്സിലായി. ഈ ധരംപാൽ യാദവ് സഹായിക്കുന്നവരെ എന്ത് വില കൊടുത്തും സംരക്ഷിച്ചിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും എന്നെ വിശ്വസിക്കാം. ആ പെണ്ണ് എന്തെങ്കിലും മൊഴി കൊടുക്കുമെന്നുള്ള ഭയം ഇനി വേണ്ടല്ലോ. മൊഴിക്കാരി താനെ തൊലഞ്ഞതല്ലോ, നമ്മൾ തൊലച്ചതല്ലേ മിസ്റ്റർ കമ്മീഷണർ. ഇനിയും നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. ഇന്ന് ഡിന്നറിനുണ്ടാവില്ലേ? കൊഞ്ചു വേണമല്ലോ. കൊഞ്ചു വേണം. കൊഞ്ച് കഴിക്കാൻ വേണ്ടി മാത്രമല്ലേ ഡിന്നർ വരുന്നത്. ഓക്കെ, താങ്ക് യു. എന്താ മോളെ? നിങ്ങളൊരു നികൃഷ്ടനാണ്. I hate you. I hate you. ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് ഡാഡി കരുതണ്ട. എന്നെ പോലൊരു പെൺകുട്ടിയല്ലേ നിങ്ങളൊക്കെ കാര്യങ്ങളെ പിച്ചി ചീന്തിക്കൊണ്ടിരുന്നത്. ഒടുവിൽ ജീവിക്കാനുള്ള മോഹവുമായി ഓടി രക്ഷപ്പെട്ട പാവത്തിന് ഡാഡിയുടെ ആൾക്കാർ കൊന്നു. മോളെ, ഞാൻ പറയുന്നത് വേണ്ട, ഒന്നും പറയണ്ട. മറ്റുള്ളവരുടെ ജീവനും ജീവിതത്തിനും സംരക്ഷണം നൽകേണ്ട നിങ്ങളെപ്പോലെ ഔദ്യോഗിക സ്ഥാനത്തുള്ള ഒരാൾ സ്വന്തം സ്റ്റാറ്റസും ഡിഗ്നിറ്റിയും മറന്ന്. മോളെ, വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നികൃഷ്ടമായ ഉപഹാരങ്ങൾ നൽകുന്നവർക്ക് വേണ്ടി നിങ്ങൾ തിരിച്ചു നൽകുന്ന എന്താണെന്ന് അറിയാമോ? വലിയ വലിയ ദുരന്തങ്ങളാണ്. മോളെന്നോട് ക്ഷമിക്കണം. വേണ്ട, വിളിക്കരുത് അങ്ങനെ. ഇനി എന്നെ നാവ് കൊണ്ട് മോളെ എന്ന് വിളിക്കരുത്. നിങ്ങൾ അത്രയ്ക്ക് നീചനാണ്, ദുഷ്ടനാണ്. Catherine, this is scientist Ram Gopal Verma, famous space researching man. Hello. Hello. And this is Mr. Marco Polo, defense spy. Hello. I am Kuku Singh. Not Kuku, Kuku Singh. ആവശ്യപ്പെട്ട എല്ലാ രേഖകളും ഈ ഫയലിലുണ്ട്. Very good. See, Mr. Yadav, all details are there in this disk. Okay, thank you. ഒരിക്കലും ഒരച്ഛനെ കുറിച്ച് ഒരു മകളും പറയാനിടയില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മേഘ പറഞ്ഞപ്പോഴാണ് തമ്പി സാർ ചെന്ന് വിട്ടിരിക്കുന്ന ട്രാപ്പിന്റെ ആഴം മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കേണ്ട ഡാഡി ഇതുവരെ മനസ്സിലാക്കിയിട്ടുമില്ല. ഏത് നിലയിൽ എനിക്കിന്ന് ഡാഡിയെ സ്നേഹിക്കാൻ കഴിയും? ആരോടെങ്കിലുമൊക്കെ തുറന്നു പറഞ്ഞ് എല്ലാ ഭാരവും ഇറക്കി ഒന്ന് പൊട്ടിക്കരയാൻ എത്ര ദിവസമായി ഞാൻ ആഗ്രഹിക്കുന്നെന്നോ? ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ പറയാൻ പറ്റൂ? ഇപ്പോഴാണ് എന്റെ മമ്മി ഇല്ലാത്തതിന്റെ ദുഃഖം ഞാൻ അറിയുന്നത്. ഞാനിപ്പോ ആരും ഇല്ലാത്തവളാണ്. ഇങ്ങനെ സെന്റിമെന്റൽ ആയാലോ? ഒരു പഴഞ്ചൊല്ലുണ്ട്, empty vessels make more noise. ഏറ്റവും ഉള്ളു പൊള്ളയായത് കൂടുതൽ ശബ്ദം ഉണ്ടാക്കും. ഈ ജാടയും ബഹളവും കണ്ടപ്പോ ഇയാൾ ഇത്ര പാവാണെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ അത്ര പാവമൊന്നുമില്ല, ഇടഞ്ഞു തന്നെയാ. എടോ, നല്ല പാമ്പാട്ടെ വിചാരിച്ചാല് ഏത് വീര്യമുള്ള പാമ്പിനെയും മുറുക്കി കൂട്ടിലാക്കാം. സർ, ഒരു ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടിയാണ് കമ്മീഷണറുടെ പേര് അവരാ ഡയറിയിൽ ചേർത്തിരുന്നതെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെയും തന്റെയും പേര് കൂടി അവർക്ക് എഴുതി ചേർക്കാമായിരുന്നില്ലേ? മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും പേര് കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ പിന്നെ അന്വേഷിക്കാനും ആരോപിക്കാനും ആരും ഉണ്ടാവില്ലല്ലോ. അതല്ല സർ, കമ്മീഷണർ പൂർണ്ണമായി നിരപരാധിയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഭാര്യ മരിച്ച അദ്ദേഹത്തിന്റെ സെക്ഷൽ വീക്ക്നെസ്സിനെ അവർ മുതലെടുക്കുകയായിരുന്നു. എന്തായാലും അയാൾക്കെതിരായുള്ള എവിഡൻസ് എല്ലാം നഷ്ടപ്പെട്ടില്ലേ? താൻ ആ ഡയറിയിലെ പേപ്പർ തിരിച്ചു കൊടുക്കണ്ടായിരുന്നു. ഞാനത് ബോധപൂർവ്വം കൊടുത്തതാണ് സർ. അത് കൊടുക്കാതിരുന്നാൽ കമ്മീഷണർ വളരെ സൂക്ഷിച്ച് മൂവ് ചെയ്യും. മറ്റൊന്ന്, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേസെടുക്കുകയാണെങ്കിൽ പാമ്പ് പടം പൊഴിച്ചു പോകുന്ന പോലെ അവർ ഇദ്ദേഹമായിട്ടുള്ള ബന്ധം വേർപെടുത്തും. അത് നമ്മുടെ ലക്ഷ്യം തെറ്റിക്കും. യെസ്, കറക്റ്റ്. അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തൊന്ന് വരുത്തി തീർത്ത പെൺകുട്ടിയുടെ മരണം കമ്മീഷണർക്ക് വേണ്ടിയുള്ള ഒരു കൊലപാതകമായിരുന്നു. അപ്പോൾ നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ഉപാധിയായിരുന്നു ആ കൊലപാതകം, അല്ലേ? അത് മാത്രമല്ല സാർ, പാർലർ റെയ്ഡ് ചെയ്തപ്പോൾ കിട്ടിയ ഡയറിയിൽ KR എന്ന ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ വത്സലാദേവിയുടെ പത്തനംതിട്ടയുള്ള വീട് സെർച്ച് ചെയ്തപ്പോഴും അവിടെ കിട്ടിയ രേഖകളിലും KR എന്ന പേരുണ്ടായിരുന്നു. അവരെ ചോദ്യം ചെയ്തപ്പോ KR ആരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ ഒരു ഒഴിയായിരുന്നു. വീണ്ടും വരെ ചോദ്യം ചെയ്ത് നോക്കിയാൽ ഒരു പക്ഷേ KRന്റെ ഫുൾ ഫോം അറിഞ്ഞാലല്ല, അറിയണം. That is a clear route of investigation. സർ, വിത്ത് യുവർ കൺസെന്റ്, എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ എന്നെ ധീരമായി നേരിടും.
You can expect my cooperation at any time. All the best. താങ്ക് യു സർ.